ഈ ആഴ്ചയിൽ നമുക്ക് കുറച്ച് വെയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളെ പണി കുറെ കുടംപുളിയെ വെയിലത്തിട്ട് ഉണക്കാം. ഇഷ്ടം പോലെ കുടംപുളി ഉണ്ട് ഇപ്രാവശ്യം. പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഉണക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അധികം നമ്മൾ അടുപ്പിന്റെ മുകളിൽ തട്ടൊക്കെ കെട്ടിയിട്ടാണ് ഉണക്കുന്നത്. അപ്പൊ അവിടെ ഫുള്ളായിട്ടുണ്ട്. പിന്നെ കണ്ടില്ല നല്ല വെയിലുള്ളതുകൊണ്ട് ഇപ്പൊ 2 ദിവസം മുന്നേ നമ്മൾ പെറുക്കിയെടുത്ത കുടംപുളിയാ. അതൊക്കെ വെയിലത്തിട്ടപ്പോ തന്നെ പെട്ടെന്ന് വാടുന്നുണ്ട്. ഒരു പ്രശ്നം എന്താ അറിയോ, ഇടയ്ക്ക് ഇങ്ങോട്ട് മഴ ചാറും. അപ്പൊ ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കണല്ലോ. ഇതിന് മുകളിൽ നമ്മൾ ഷീറ്റ് എന്തെങ്കിലും ഇടണം. എന്നാലും കിട്ടുന്ന വെയിൽ നല്ല വെയിലാട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്കിതാ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നൊക്കെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇപ്പൊ നമ്മൾ പെറുക്കിയെടുത്ത് വരുന്ന കുടംപുളി അത് ഇപ്പൊ സമയമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണുകൊണ്ടേ നിൽക്കും. എല്ലാം പഴുത്തിട്ടുണ്ട്. അപ്പൊ ആവുന്നത് വേഗം വെയിലത്തിട്ട് ഉണക്കാൻ വേണ്ടി കിട്ടുന്ന അപ്പൊ കൊണ്ടുവരിക. ഇതുപോലെ വെള്ളത്തിലിടും കേട്ടോ. ആദ്യം ഇങ്ങനെ വെള്ളത്തിലിടുന്നത് ഇതിന്റെ മുകളിലുള്ള ചെളിയൊക്കെ ഒന്ന് പോകും. ഇതായാലും നിലത്തോട്ടല്ലേ വീഴുന്നു, മണ്ണൊക്കെ ഉണ്ടാവും. അവർക്ക് പോയി നല്ല ഫ്രഷ് ആയി കിട്ടും ചെയ്യും. പിന്നെ വെള്ളത്തിലിട്ട ചെറുതായിട്ടൊന്ന് അലുത്ത് കിട്ടും. അപ്പൊ പെട്ടെന്ന് ഇതുപോലെ പൊളിക്കാൻ പറ്റുന്നതാ. ഇതില്ലേ നല്ല കുരുണ്ട്, വലിയ കുടംപുളിയാണ്. അപ്പൊ വെച്ച് കൊടുക്കുമ്പോ തന്നെ ഇങ്ങനെ വെച്ചാൽ നല്ല വെയിൽ തട്ടും. അത് പ്രശ്നം വരുന്നത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വാരി എടുക്കുന്നുണ്ടാട്ടോ മഴ വരുമ്പോ. അപ്പൊ പിന്നെ വരെ ഇതുപോലെ നിരത്തണം. അവിടെ കുറച്ച് കൂടി നിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇനി തട്ടി തന്നെ പരമാവധി വെയിൽ തട്ടിക്കുക. എനിക്കൊരു 3-4 ദിവസം വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഉണങ്ങും കേട്ടോ. പക്ഷെ അങ്ങനെ കിട്ടൂല, ഇടയ്ക്ക് മഴ വരും. അപ്പൊ ഒന്ന് വാടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ നമുക്ക് തട്ടിലിട്ട വേഗം ഉണങ്ങി കിട്ടും. കണ്ടില്ലേ, നമ്മളെ കുടംപുളി എന്തായാലും നല്ല വലുപ്പമുള്ളതുണ്ട്. ഇപ്രാവശ്യം കൂടുതൽ വലുപ്പമുള്ളതാണ്. എന്നാലും ചെറുതുണ്ട്. നല്ല കണ്ടില്ലേ, നല്ല കയമ്പുള്ള കുടംപുളിയാണ്. പക്ഷെ നല്ല കട്ടിയുണ്ട്. പിന്നെ കുറെ ആള് പച്ചക്കുടംപുളി ചോദിച്ചിട്ട് ഇവിടെ ഞാൻ പറഞ്ഞു കൊറിയർ ചെയ്യാൻ നമുക്ക് സമയമില്ല. അപ്പൊ ഇവിടെ വന്ന് അങ്ങനെ വാങ്ങിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അവരെ ഉണക്കാനും പിന്നെ നമ്മൾ പച്ച എടുത്തു വെക്കേണ്ട ഒരു വീഡിയോ ഒക്കെ ചെയ്തല്ലേ, സൂക്ഷിച്ചു വെക്കാനൊക്കെ, എപ്പോഴും പച്ച കിട്ടാനൊക്കെ ആയിട്ട്. പച്ച എന്ന് പറഞ്ഞാൽ പഴുത്ത കുടംപുളി എടുത്തു വെക്കാനൊക്കെ ആയിട്ടുള്ള ആ വീഡിയോ കണ്ടതിന് ശേഷം കുറെ ആളുകൾ ഇങ്ങനത്തെ പഴുത്ത കുടംപുളി മതി എന്ന് പറയും, ഉണക്ക വേണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഉണക്കിയതിന് കുറെ ആൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് മൊത്തം ഒന്ന് ഉണക്കി കഴിഞ്ഞിട്ട് എല്ലാം ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന എന്തായാലും വീഡിയോ ചെയ്യും. കൊടുക്കാനായത് അങ്ങനെ കാണിക്കുക. ഇടയ്ക്ക് കൊടുക്കാൻ നിന്നാലേ ഒന്നും സമയമില്ല. നമുക്കൊക്കെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ എളുപ്പമാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൊറിയർ ചെയ്ത് തരും. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു വീഡിയോ ഇട്ടപ്പോൾ എന്തൊരു കമന്റ് ചെയ്യുന്നത്, അതെന്താ അറിയോ, വേറെ ഒന്നുമല്ല. ഉടമ്പടി സാധാരണ നമ്മൾ ഉണക്കലൊക്കെ അടുപ്പിന്റെ മുകളിലൊക്കെ കെട്ടി തൂക്കിയിട്ടും തട്ട് കെട്ടിയിട്ടൊക്കെ, അപ്പൊ ഒരു പുകയുടെ ചുവ ഉണ്ടാവും. അത് ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് പുകയുടെ ചുവ ഇഷ്ടമില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ലത് വെയിലത്തിട്ട് ഉണക്കുന്നാന്ന് പറഞ്ഞു. അപ്പൊ കമന്റ് വന്നത് പുകത്തിട്ടാണ് ഇത് ഉണക്കുന്നത്, പുകയുടെ ചുവ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പല ആൾക്കും പല ഇഷ്ടങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് കേടായി പോകുന്നതിൽ നല്ലതല്ലേ, വെയിൽ കിട്ടുമ്പോൾ കുറെ വെയിലത്ത് ഇടാം. ബാക്കിയൊക്കെ അധികം നമ്മൾ അടുപ്പിന്റെ മുകളിൽ തന്നെ തട്ടിലിട്ടിട്ടാണ് ഉണക്കുന്നത്. അപ്പൊ എല്ലാം രണ്ടും കൂടെ മിക്സ് ചെയ്ത് തന്നാൽ ഇതൊന്നും നമ്മളൊന്ന് അടുപ്പിന്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ പുകയുടെ ചുവയൊക്കെ കിട്ടിക്കോളും. അത് ഞാൻ ഇതുപോലെ പഴുത്ത കുടംപുളി സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് വെയിലുള്ള സമയത്ത് ഉണക്കാന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ജാറിൽ നമ്മൾ നിറച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വെയിലുണ്ടെങ്കിൽ ഉണക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉണക്ക ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അതിന്റെ ആവശ്യം വരില്ല. അതൊക്കെ നമുക്ക് എപ്പോഴും പഴുത്തത് കിട്ടാനായിട്ട് തന്നെ എടുത്തു വെക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ വയനാട്ടിൽ ഇപ്രാവശ്യം റെക്കോർഡ് കുടംപുളി ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെ അടുത്തുണ്ട് കുടംപുളി. എല്ലാവർക്കും പ്രശ്നം അതാണ്, ഉണക്കിയെടുക്കല്. ശരിക്കും നമ്മൾ ഒരു ദിവസം ഉള്ളത് മുഴുവൻ വെള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേ ദിവസമാണ് ഇങ്ങനെ പൊളിക്കല്. ഇത് പിന്നെ കുറച്ച് സ്പീഡ് കിട്ടുന്ന എന്താ അറിയോ, നല്ല പഴുത്തിട്ടുണ്ട്. ഇപ്പൊ പച്ച ഇല്ല. ഈ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ ഇനി കുടംപുളി കുറഞ്ഞു. ഇപ്പൊ തന്നെ കുറച്ച് കുറഞ്ഞ്. മറ്റേത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ റെക്കോർഡായിരുന്നു കേട്ടോ. 2 ബക്കറ്റ് 3 ബക്കറ്റൊക്കെ ആയിരുന്നു കുടംപുളി ഇട്ട്. ഇതിനല്ല, വലിയ ബക്കറ്റിന്. നമ്മൾ ഇതിനിടയ്ക്ക് പെറുക്കിയെടുക്കുന്നതിനൊക്കെ വീഡിയോ ഇട്ടിരുന്നു. ഇത് നമ്മളെ വലിയ മരം ആയതുകൊണ്ട് അങ്ങനെ കാണുന്നില്ല കുടംപുളി എത്ര ഉണ്ടെന്ന്. പക്ഷെ ഇഷ്ടംപോലെ കുടംപുളി മരത്തിലുണ്ട്. അടിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നില്ല, പക്ഷെ ദൂരം നിന്ന് നോക്കുമ്പോൾ കുടംപുളിക്ക് ഭയങ്കര ഇലമറവാണ്. ഉള്ളിൽ നല്ല കുടംപുളി ഉണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ച് കുറവാന്നാ, പിന്നെ ഇതുകൊണ്ട് വീഴുന്ന കണ്ടപ്പോഴാണ് ഇഷ്ടം പോലെ ഉണ്ട് മനസ്സിലായത്. ഇതുപോലെയുള്ള ചെറുത് നമുക്ക് കുറച്ച് പണിയാണ്. ഇത് കത്തി ഉപയോഗിച്ചിട്ട് തന്നെ പൊളിച്ചിരുന്നതാ. നല്ല ഉറപ്പാ കിട്ടൂല. കുറച്ച് ബലം കൊടുത്താൽ കിട്ടുന്നുണ്ട് കേട്ടോ. പഴുത്തോണ്ട, അല്ലെങ്കിൽ ഈ ചെറുത് അധികം പഴുത്ത് കിട്ടൂല. ഒരു പച്ച പോലെ തന്നെ ആയിരിക്കും, അധികം നിറം ഉണ്ടാവില്ല. പണിയാ, കിട്ടുന്ന നമുക്ക് ഓടിച്ചെടുക്കാം.
കുടംപുളിയിൽ നല്ല കറ ഉള്ളതുകൊണ്ട് ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇത് മുറിക്കാനായിട്ട് എടുക്കുന്ന കത്തി കേട്ടോ, കണ്ട കറ. അപ്പൊ അത് കണ്ടില്ലേ, ചെറുത് കുറച്ച് പണിയാണ് നമുക്ക് ഇങ്ങനെ കൈയായിട്ട് പൊട്ടിച്ചെടുക്കാന്. അപ്പൊ പൊട്ടിച്ചെടുക്കല്ലേ, പൊളിച്ചെടുക്കാനല്ലേ, കത്തിയിട്ടപ്പോൾ വേഗം കിട്ടും. പിന്നെ ഇതിൽ ചെറിയ കുരുവായിരിക്കും, ആ കുരു ഇങ്ങനെ തിക്കി കളയാനും കത്തിയാണ് സുഖം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ കളയാം. ഇല്ല, കുരുണ്ട് വെച്ച് കുഴപ്പമൊന്നുമില്ല, അതിൽ കിടന്ന് ഉണങ്ങി കിട്ടും. പിന്നെ കുറെ കുരു നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനെ സത്ത് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. തൊണ്ടവേദനയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ്. ഇതിന്റെ സത്ത് എടുത്ത് വെച്ചിട്ട് ഗാർഗിൾ ചെയ്യാൻ പറ്റിയ സാധനം അല്ലേ. ഇതിനെ ഉണക്കുകയും പറ്റും, അല്ലാതെ ഇതിനെ നീരെടുത്തിട്ട് നീരുപയോഗിച്ചും ഗാർഗിൾ ചെയ്യാം. വേഗം തൊണ്ടവേദന മാറിക്കിട്ടും. നീരൊക്കെ നമ്മളെ തൊണ്ടയിലെ നീരും ഇതൊക്കെ പഴുപ്പൊക്കെ പെട്ടെന്ന് വലിഞ്ഞു പോകും. ബിയമുളൊക്കെ പെറുക്കാൻ വരുമ്പോ ചെറുതവിടെ ഇടും കേട്ടോ. ചെറുത് പെറുക്കിയെടുക്കാൻ കുറച്ച് പണിയാ, കുറേ ഉണ്ടാവും ചെറുത്. ഇങ്ങനെ മടുത്തു നമ്മള്. ഓലെന്തൊക്കെ കിട്ടുന്ന വലുതൊക്കെ വേഗം പെറുക്കി വരും. ആ പിന്നെ ഫുള്ള് മണ്ണായിട്ടുണ്ടാവും. നേരെ താഴ്ക്കും നല്ല. ഇത് വീഴുന്ന സ്ഥലത്തുള്ള കാപ്പി ഏകദേശം തീരുമാനമായിട്ടുണ്ട് കേട്ടോ. അത്രയും ഹൈറ്റിൽ നിന്ന് വരുന്നോണ്ട് കാപ്പിയിലെ കുരുവിലും തട്ടി കാപ്പിയൊക്കെ തെറിച്ചു പോകുന്നുണ്ട്. നല്ല, ഞാൻ പറഞ്ഞില്ല, വലിയ മരം ആയതുകൊണ്ട് നമ്മളെ ബെഡ് മരത്തിലൊന്നും കുഴപ്പമില്ല, അതൊക്കെ ചെറിയ മരമാണ്. അത് നമുക്ക് കൈയ്യിട്ടിങ്ങനെ താഴെ തന്നെ പറിക്കാം. അതെല്ലാം കഴിഞ്ഞിട്ടോ, അതൊക്കെ നേരത്തെ ആയി. സാധാ നമ്മളെ നാടനായിട്ടുള്ളത് കുറച്ച് വൈകിട്ടാണ്. വൈകിട്ടല്ല, കഴിഞ്ഞു. ഏകദേശം ഓഗസ്റ്റ് മാസം വരെ, ജൂലൈ ഓഗസ്റ്റിലാണ് കുടംപുളി ഇവിടെയൊക്കെ നല്ല ആയി കിട്ടുക. അപ്പൊ കഴിഞ്ഞ് ഇനിയുള്ള പരിപാടി ഇതെവിടെയൊക്കെ കണ്ട കുറച്ച് കൂടി നിൽക്കുന്നത് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നതൊക്കെ ഒന്ന് തിരിച്ചു വെച്ചു കൊടുത്താൽ വേഗം ഉണങ്ങി കിട്ടും. കിട്ടുന്ന വെയിലിൽ പരമാവധി ആടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പൂത്തൊന്നും പോകില്ല. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, അടുപ്പിന്റെ തട്ടിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉണക്കിയെടുത്താൽ മതി. അപ്പൊ എന്നാലേ വീഡിയോ ഇവിടെ നിർത്തട്ടെ. ഇനി കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ പോയില്ല, ഈ ഗ്യാപ്പ് നമുക്ക് ഫില്ലാക്കും. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവിടെ ഫില്ലാവും. ഇടയ്ക്ക് പോയിട്ട് ഇതുപോലെ കുറച്ച് കിട്ടും. അപ്പൊ കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ വേഗം പണിയും തീരും കേട്ടോ. പെട്ടെന്ന് വെള്ളത്തിലിടുക, ഇതുപോലെ പൊളിച്ചങ്ങനെ വെച്ച് കൊടുക്കുക. അതൊക്കെ വെയിലുണ്ടെങ്കിലാണ് സ്പീഡിൽ പരിപാടി കഴിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ കുറേ ആള് നമ്മളോട് കുടംപുളി ചോദിച്ചിട്ടുണ്ട്. ഇന്നലെയൊക്കെ വിളിച്ചിട്ട് കുറെ വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ കുടംപുളി തരാം, നമുക്ക് ഈ ആഴ്ചയും കൂടെ കഴിഞ്ഞാൽ ഏകദേശം കുടംപുളി കഴിയും. പിന്നെ നമ്മളൊക്കെ ഉണക്കിയിട്ട് നമ്മളിതൊന്ന് ക്ലിയർ ആക്കാണ്ട്. ചിലതൊക്കെ മഴക്കാലത്ത് നമ്മൾ അടുപ്പിന്റെ തട്ടിലിട്ടാലും ചിലതിന് പൂപ്പലൊക്കെ വരും. അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റി വേർതിരിച്ച് നമ്മൾ കൊടുക്കാനുള്ള നല്ല വൃത്തിക്ക് കൊടുക്കണ്ടേ. ഉണക്കിയതിൽ നിന്ന് നമ്മളൊന്ന് തെരഞ്ഞ് വൃത്തിയാക്കാനുണ്ട്. അതൊക്കെ ആക്കിയിട്ട് നമ്മൾ എന്തായാലും തരും. തുറമാങ്ങി കുറെ ആൾ ചോദിക്കുന്നുണ്ട്, അതും കൂടെ പറയാം. തുറമാങ്ങ നമ്മൾ ഉണക്കി ലെവലാക്കി വെച്ചിട്ടുള്ളൂ, അതിൽ മസാല നിറച്ചിട്ടില്ല. അതും മസാല നിറച്ചിട്ട് അതും കുടംപുളി ഉണക്കിയതൊക്കെ കൊടുക്കാനുള്ളത് എന്തായാലും വീഡിയോ ചെയ്യും. അപ്പൊ കുറെ ആളടുത്തൊക്കെ കുടംപുളി ഉണ്ടാവും. അപ്പൊ ഇതുപോലെ വെയിൽ വരുന്ന ഗ്യാപ്പിലൊക്കെ മറ്റു പണികളൊക്കെ ഉണ്ടാവും. എന്നാലും കുറച്ച് സമയം ഇതിന് മാറ്റി വെച്ചാൽ നമുക്ക് ഉണക്കിയെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമാവും. ഇങ്ങനെ ഉണക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ കറക്റ്റായി കുറച്ച് വാടി കിട്ടിക്കഴിഞ്ഞാലൊക്കെ ബാക്കി നമുക്ക് തട്ടിലും അടുപ്പിന്റെ മുകളിലൊക്കെ ഇട്ട് ഉണക്കിയാൽ മതി. അപ്പൊ എന്നാ വീഡിയോ ഇവിടെ നിർത്തട്ടെ.